അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റജബും കഴിഞ്ഞു, ശഅബാൻ ഇന്ന് അതിൻ്റെ സമാപ്തി മണിക്കൂറുകൾ കഴിഞ്ഞാൽ പരിശുദ്ധമായ പുണ്യങ്ങളുടെ മുഖാരമായിട്ടുള്ള പരിശുദ്ധമായ റമദാനിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ്. നമ്മുടെയൊക്കെ ഇതുവരെ ചെയ്ത നന്മകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. സയ്യിആത്തുകളൊക്കെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നുണ്ട്, തൗബയെക്കുറിച്ചാണ് പറയുന്നത്. തൗബയ്ക്ക് ഏറ്റവും പറ്റിയ മാസം ഏതെന്ന് ചോദിച്ചാൽ, തൗബയ്ക്ക് ഏറ്റവും പറ്റിയ മാസം പരിശുദ്ധമായ റമദാൻ ശരീഫാണ് എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. മനുഷ്യൻ വ്രതമനുഷ്ഠിച്ച് അല്ലാഹുവിലേക്ക് അവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായ ഇബാദത്താണ് പരിശുദ്ധമായ റമദാൻ എന്നുള്ളത്. നോമ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും ഒരാളെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ആളുകളെ. അപ്പൊ അത് രഹസ്യമായിട്ടുള്ള ഇബാദത്താണ്. എല്ലാ അമലുകളും ഫർദ് അമലുകളൊക്കെ തന്നെ പരസ്യമാണെങ്കിൽ മുസ്ലിമാവുക എന്നത് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം പറഞ്ഞ് ഉറക്കെ പറയാം, മനസ്സിൽ ഓർമ്മിച്ച് പറയണം. എന്റെ 5 നേരം നിസ്കാരം അത് നിലനിർത്തുമ്പോൾ ആളുകൾ അറിയുന്നു. സക്കാത്ത് കൊടുക്കുമ്പോൾ അത് ആളുകൾ അറിയുന്നു. ഹജ്ജ് ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നു, അറിയുന്നു. എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നോമ്പ് അത് രഹസ്യമായിട്ടുള്ള ഒരു അമലാണ്. അല്ലാഹുവിന് ഏറ്റവും തൃപ്തിയും പുണ്യവും ഏറിയിട്ടുള്ള അമലാണ്. നായക അങ്ങേക്കു പ്രിയനായി നാളെ റൂഹ് പിരിയാൻ ഹളറത്തിൽ നിന്ന് കൊതിച്ചു ഞാനെന്നും പാടില്ലേ എൻ ഗീതം കേട്ട് ഞാൻ കോർത്ത വരികൾ കൽബാകം പലരും മദീനയിലെത്തി, ഞാൻ മാത്രം നബിയോരെ ഞാൻ പാടി കിനാവിലെങ്കിലും ഒന്ന് വരൂ തിങ്കളെ കുളിരേകൂ അടിമകളുടെ അവകാശമൊന്നും ഹനിക്കാതെ കവർന്നെടുക്കാത്ത വിധത്തിലുള്ള പാപമാണെങ്കിൽ പോലും രണ്ടാമത് തൗബ ചെയ്യാൻ 3 ഷർത്തുകൾ അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഷർത്ത് എന്താണ്? പാപങ്ങളിൽ നിന്ന് അയാൾ അവരോട് അല്ലെങ്കിൽ വേരോടെ കടയോടെ അതെന്ത് ചെയ്യണം? പറിച്ചു കളയണം. ഇനി ഒരിക്കലും അതിലേക്ക് പോവുകയില്ല എന്നുള്ള ഉറപ്പുണ്ടാകണം. രണ്ടാമത്തത്, ഏത് പാപമാണോ ചെയ്തത് ആ ചെയ്ത പാപത്തിന്റെ മേൽ ഖേദിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണം. മൂന്നാമത്തത്, ഇനി ഒരിക്കലും ഇത്തരം പാപങ്ങളിലേക്ക് ഒരിക്കലും തിരിച്ചു വരികയില്ല എന്നും അല്ലെങ്കിൽ മടങ്ങി വരികയില്ല എന്നും ദൃഢമായ ലക്ഷ്യം ഉറപ്പുണ്ടാകണം. ഇതിൽ ഏതെങ്കിലും ഒരു ഷർത്ത് കുറഞ്ഞു പോയാൽ
തൗബ ചെയ്യുന്നവന്റെ തൗബ അസാധുവാണ്, അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ മുഅ്മിൻ നോക്കൂ, ചെയ്ത പാപം എന്താണെങ്കിലും ഞാൻ എന്തൊരു ശൂന്യൻ, അതല്ല എങ്കിൽ സൃഷ്ടികളിൽ നിന്ന് ആരുടെയെങ്കിലും അവകാശം ഹനിക്കുന്നതായി ഉള്ളതായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണെങ്കിൽ മുഖം കാണാൻ മറ്റൊരു ശത്രു കൂടിയുണ്ട്. അത് ഞാൻ അനുരാഗം ഇശൽ മഴയായി റൗളയിൽ കേൾക്കാറുണ്ടല്ലോ, എന്നിട്ടെന്തേ എന്നെ വിളിക്കാൻ ഇനിയും വൈകിച്ചിടുന്നു, കൽവിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ, പരിഹാരം ചെയ്യുക പറിച്ചു തരാം ഞാനത് വിശദീകരിക്കുന്നില്ല, ബാക്കി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പൂവിന്റെ കവിൾ തടം അപഹരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റോ ആണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതാണ് തൗബക്ക് മുമ്പായി തിരിച്ചു കൊടുക്കണം. നമ്മൾ വലിയ മദ്രസയിലാണ്, വലിയ ഹാജിയാരാണ്, വലിയ മുസ്ലിയാരാണ്, വലിയ തങ്ങളാണ്, വലിയ ഉന്നത സ്ഥാനീയനാണ്, പക്ഷേ മറ്റൊരുത്തന്റെ ഹക്ക് നമ്മുടെ കൈവശം, നമ്മുടെ സ്വത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചു നൽകിയിട്ടല്ലാതെ മറ്റു 3 കാര്യം തൗബയിൽ പറഞ്ഞ ഷർത്തുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യമുണ്ടെങ്കിൽ ആ തൗബ സ്വീകരിക്കുകയില്ല. മനസ്സിലായില്ലേ? വളരെ ഗൗരവമുള്ള കാര്യം. അത് അതൊക്കെ ഈ ഒറ്റ വാക്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. സൗഭാഗ്യം തരുമോ മുല്ല, അതുപോലെ തന്നെ അന്യന്റെ സ്വത്ത് അഥവാ അത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിന് വില കൊടുക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ഇനി അങ്ങനെ വ്യഭിചാരാരോപണവും മറ്റുമാണെങ്കിലോ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷക്ക് വഴങ്ങിക്കൊടുക്കണം. അത് എന്താണോ ശിക്ഷിക്കുന്നത്, എന്താണോ പറയുന്നത് കേൾക്കുക, നമ്മൾ ബാധ്യസ്ഥരാണ്. ഏറ്റവും വലിയ എന്നിട്ട് ആളുകൾ എന്ന് തുടങ്ങിയതാണ് വേദന പിന്നെന്താ മുത്തേ ഞാൻ എന്ന് തുടങ്ങിയതാണ് വേദന കോർത്തിടും അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും വേണം. ഇനി പരദൂഷണമാണെങ്കിലോ എത്ര അതും പൊരുത്തപ്പെടിക്കണം. ചെയ്ത പാപങ്ങളിൽ മുഖം തൗബ ചെയ്യുക എന്നത് അനിവാര്യമാണ്. എന്നാൽ ചില പാപങ്ങളിൽ നിന്ന് മാത്രം ഖേദിച്ചു മടങ്ങിയാൽ അത് ആ പാപങ്ങൾ പൊറുക്കാൻ പര്യാപ്തമാകുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള പാപങ്ങൾ പൊറുക്കാതെ അങ്ങനെ കിടക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിക്കാതെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, എന്നതുപോലെ നമ്മൾ ആരെക്കൊണ്ട് വ്യക്തികളെ കൊണ്ട് പൊരുത്തപ്പെടിക്കാത്ത തെറ്റ് തെറ്റുകളെങ്ങനെ കിടക്കും. അത് ദഹിക്കാത്ത ഭക്ഷണം പോലെ നമ്മുടെ കിതാബിൽ എഴുതപ്പെട്ട് കിടക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അവർ പറയുന്നു ഇഷ്ടമുള്ളവനാണ് ഏറ്റവും വലിയ അനിവാര്യമായ ഘടകമാണ് എന്നുള്ളതാണ് എന്നെ തന്നെയാണ് പരിശുദ്ധമായ കിതാബുകളിലെ പരിശുദ്ധ ഖുർആനടക്കം ഇഷ്ടമില്ലെന്നോട് മഹാന്മാരായ പണ്ഡിതന്മാർ തെളിവുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട്
കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ റമദാൻ ശരീഫിൽ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ക്ലാസുകൾ ഉണ്ടാകും. എല്ലാവരും പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. ആളുകൾക്ക് നമ്മൾ കാരണം നമുക്കും ഇതിനൊരു ഗുണമുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഗുണമുണ്ട്. റീൽ കാണുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണല്ലോ ഒരു നന്മയായ കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധമായ റമദാനിലെ റീൽസൊക്കെ ഒന്ന് ഒഴിവാക്കി ഇത്തരം കാര്യങ്ങൾ റീൽസാക്കി മാറ്റിയാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ വലിയ ഉപകാരമാകുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ റമദാൻ ഷരീഫിനെ പരിപൂർണമായ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കി അതിനെ ആരാധനയെ കൃത്യമായി നിർവഹിച്ച് പരിശുദ്ധ റമദാനെ സന്തോഷത്തോടെ സ്വീകരിച്ച് നല്ല റാഹത്തോടെ പിരിയുമ്പോൾ സന്തോഷത്തോടെ പിരിഞ്ഞു പോകാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആഫിയത്ത് ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ. അതിനുള്ള ആരോഗ്യം പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കാനുള്ള ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരുപാട് കാലം പരിശുദ്ധ റമദാൻ ഷരീഫിൽ ഭാഗവക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.